ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വർക്കേഴ്സ്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. ഒരു ഈസ്റ്റേൺ യൂറോപ്പ് ട്രിപ്പിൽ പോകുന്നു. കൊച്ചി ടു ഒമാൻ ടു മ്യൂണിക്. ജർമ്മനീൻ്റെ എയർപോർട്ടിലാണ് മ്യൂണിക്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഈ ഒരു യാത്രയാണ്. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള യാത്രകൾ കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോ. അഡ്രസ്സ് ലാമിനേഷൻ ചെയ്താണിത്. ഈ പ്രാവശ്യം വേറൊരു സ്റ്റൈലിലാണ് പാക്കിങ്. ആദ്യം മൊത്തം എൻ്റെ ബെഡിൻ്റെ മുകളിൽ വിരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇതേപോലെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കി, നമ്മളെ ബാഗിനൊക്കെ ഉണ്ടാകുന്ന ക്ലിപ്പില്ലേ, അതേപോലത്തെ ഒരു ക്ലിപ്പ് മേടിക്കാൻ കിട്ടും. അത് ഞാൻ ടൈലർ ഷോപ്പ് കൊണ്ടുപോയിട്ട് ഇതേപോലെ ഒരു പട്ട പോലെ അടിച്ചുണ്ടാക്കിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഒന്ന് സ്റ്റൈല് മാറ്റിയതാണ്. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇസ്തിരിട്ട് ഒതുക്കി വെച്ച് ഇതിൻ്റെ മുകളിൽ അതങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് നമുക്കത് ടൈറ്റായിട്ട് വെക്കുക. അങ്ങനെ പാൻസ് സെപ്പറേറ്റ്, ടീഷർട്ട് സെപ്പറേറ്റ്, പിന്നെ ഇത് ടീഷർട്ടാണ് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ. ഈ ക്ലിപ്പിന് വലിയ വിലയൊന്നുമില്ല. അതേപോലെ പിന്നെ ഷർട്ടും ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ബാഗിൽ വെക്കുകയാണ്. ഞാൻ മുമ്പ് ഇതേപോലെ പാക്കിങ്ങിനെ പറ്റിയിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ഇറക്കിയിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ആ ഒരു സ്റ്റൈലിൽ തന്നെ ഉള്ളത്. യൂറോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ യൂറോപ്പിലേക്കായിട്ട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നമ്മൾ കരുതണം. ഇതിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സോക്സ്, ഇങ്ങനത്തെ ചില്ലറ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇനി മഗ് വെക്കണം. ഇത് ഒരു ദിവസത്തെ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാഗാണ്. ഇത് ഞാൻ കൊച്ചിയിലേക്ക് ഒരു ദിവസം നേരത്തെ പോവുകയാണ്. പിന്നെ കൊച്ചിയിൽ നിന്ന് പിന്നെ അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ട് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു സെറ്റ് ഡ്രസ്സ് ഈ ഒരു കവറിൽ വെക്കുകയാണ്. അങ്ങനെ കവറുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തിൻ്റെയും സെപ്പറേറ്റ് അങ്ങനെയും പാക്ക് ചെയ്യുക. അതിന് സാരി കവർ എന്നറിയും ഈ ഒരു കവറിന്. അപ്പോൾ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇറങ്ങുകയാണ്. ഇത് പെരിന്തൽമണ്ണ ജംഗ്ഷൻ. ഞാനൊരു ഓട്ടോയിലാണ് പോകുന്നത്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് 3:50 ട്രെയിനുണ്ട് കൊച്ചിയിലേക്ക്. നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രെയിനിൽ കയറണം. അങ്ങനെ ഷൊർണൂർ കഴിഞ്ഞ്, ഷൊർണൂർ പിന്നെ നദിയാണ് ഈ കാണുന്നത്. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെയുള്ള അങ്കമാലിയിലേക്കാണ് എനിക്ക് ഇറങ്ങേണ്ടത്. ഇപ്പോൾ അങ്കമാലി കാലിടെത്തിയിട്ടുണ്ട്. 6:40 ഇപ്പോൾ സമയം. ഇനി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോകണം. എയർപോർട്ടിൻ്റെ അടുത്ത് ഞാൻ സ്ഥിരം താമസിക്കുന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലേക്ക് പോകണം. അങ്ങനെ ഇവിടുന്ന് 200 രൂപയാണ് അങ്കമാലിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു ചാർജ് ഈടാക്കുന്നത്. ഇരുട്ടായി വരുന്നുള്ളൂ. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലെത്തിയിട്ടുണ്ട്. എയർ വ്യൂ റെസിഡൻസിയാണ്, AC ആണ്. അപ്പോൾ ഇവിടുന്ന് ഉറങ്ങി ഇനി കുളിച്ച് ഫ്രഷായി രാവിലെ എണീച്ച് പുറത്തിറങ്ങണം. അപ്പോൾ ഞാൻ ഹോട്ടലിലേക്ക് കയറുകയാണ്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരത്തെ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ഒരു 5 മിനിറ്റുള്ളൂ. ഓട്ടോറിക്ഷയ്ക്ക് അവിടെ നിന്ന് പോയാൽ മതി. ഓട്ടോറിക്ഷക്കാരൊക്കെ അതിന് ചാർജ് മേടിക്കും. 100 രൂപയാണ് അവർ മേടിക്കുന്നത്. എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ D5 പില്ലറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പില്ലറിൻ്റെ അടുത്തേക്കാണ് എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ബോർഡിംഗ് പാസും കിട്ടിയിട്ടുണ്ട്. ഒമാൻ എയറിനാണ് പോകുന്നത്. 2 ബോർഡിംഗ് പാസും കയ്യിലുണ്ട്. ഇനി എമിഗ്രേഷൻ്റെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി എക്സിക്യൂട്ടീവ് ലോഞ്ചിലേക്ക് പോകണം. നമ്മളെ 2 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന മുമ്പ് അതിൻ്റെ ഒരു എപ്പിസോഡിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോവാണ്. 2 ബോർഡിംഗ് പാസും ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. മ്യൂണിക് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഒമാനിൽ നിന്ന് പിന്നെ മ്യൂണിക്കിലേക്ക്.
ഇനി എർത്ത് ലോഞ്ചിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ നമ്മളെ ബാങ്കിൻ്റെ കാർഡ് കൊടുത്തിട്ട് പ്ലാറ്റിനം കാർഡ് ഉള്ളവർക്കാണ് ഉള്ളത്, എല്ലാ കാർഡുകൾക്കും ഇല്ല. പിന്നെ മെട്രോ കാർഡിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, മെട്രോ ട്രെയിനിൻ്റെ. ഇനി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ലോഞ്ചിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ്. യെസ് യെസ്. ഇതാണ് നമ്മുടെ സ്വാമി സാറ്. ഇദ്ദേഹത്തിൻ്റെ തല നിങ്ങൾ കംപ്ലീറ്റ് വൈറ്റ് അയക്കുന്നു. ഇത് ജോൺ സാറ്. അപ്പം നെയ്റോസ്റ്റ് ഓർഡർ ചെയ്തു, അത് വന്നിട്ടുണ്ട്. ഇനി അത് കഴിക്കണം. ഞാൻ എൻ്റെ ഈജിപ്റ്റ് യാത്രക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ ഈ ലോഞ്ചിൻ്റെ കംപ്ലീറ്റ് വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഇത് ഇവിടുത്തെ റെസ്റ്റ് ഏരിയയിലുള്ള ടൈമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ജനങ്ങൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും, കാർഡുള്ളവരെല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങി ഇനി നേരെ ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങണം. ഇവിടെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നമ്മളെ കൗണ്ടറിലേക്ക് എത്തുക, നമ്മുടെ ഗേറ്റിലേക്ക് എത്തുക. ഇത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വിശാലമായ ഹാളാണ്. 5A ആണ് നമ്മുടെ ഗേറ്റ്. ഇത് സ്വാമി സാറും പോലീസ് ഓഫീസറുമാണ് മറ്റേത്. ഇത് നമ്മളെ ഒപ്പം യാത്രയിലുണ്ട്. മൊത്തം 36 പേരായിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. തൃശ്ശൂരുള്ള ഒരു സിട്രസ് എന്നിട്ടുള്ള ഒരു ട്രാവൽസാണ്, അവരെ ഇതിലാണ് ഈ പ്രാവശ്യത്തെ ഈ ഈസ്റ്റേൺ ട്രിപ്പ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ബാക്കി നമുക്ക് ഫ്ലൈറ്റിൽ കാണാം. ഒമാൻ എയറിൻ്റെ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് യാത്രയിൽ കാണാം. എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാനും സ്വാമി സാറും പിന്നെ ജോൺ സാർ ഞങ്ങൾ ഒന്നിച്ചാണ് ടിക്കറ്റ് കൊടുത്തത്. അപ്പോൾ ഒന്നിച്ച് അടുത്ത് തന്നെ ഞങ്ങളുടെ സീറ്റ്. ഒമാനിൽ നിന്ന് ജർമ്മനിയുടെ മ്യൂണിക്കിലേക്കുള്ള ബോർഡിംഗ് പാസും കിട്ടിയിട്ടുണ്ട്. 9:55 ഫ്ലൈറ്റ് രാവിലെ. ഇപ്പൊ പഴയ പോലെ എയർ ഹോസ്റ്റസ് നിന്നിട്ട് പിന്നെ ഓക്സിജൻ കൊടുക്കേണ്ടിയും ബെൽറ്റിൻ്റെ കാര്യങ്ങളൊന്നും പലർക്കും ഇപ്പോൾ മോണിറ്റർ ഉണ്ട് നമ്മുടെ ഇതിൻ്റെ മുന്നിൽ, സീറ്റിൻ്റെ മുന്നിൽ. അതിൽ തന്നെ നമുക്ക് എല്ലാതും കാണാൻ കഴിയും. ഇപ്പോൾ അതിന് പുറമെ ഫിലിമും ഉണ്ട്. അങ്ങനെ നമ്മളെ ഒമാൻ എയർ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും പൊന്തി ഇനി നേരെ ഒമാനിലേക്ക്
3 മണിക്കൂർ 40 മിനിറ്റും യാത്ര ഉണ്ടാവും ഒമാനിലേക്ക്. അങ്ങനെ കൊച്ചിയുടെ ആകാശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് മേഘം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ആണ്. ഈ മോർണിംഗിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി യാത്ര. മേഘം കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോവാം. അങ്ങനെ ഫുഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ്റെ ഐറ്റവും പിന്നെ ഒരു ബ്രെഡ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഇതുണ്ട്. ഇത് ആപ്പിൾ ജ്യൂസാണ്. ഞാൻ സ്ഥിരം ഈ ഫ്ലൈറ്റിലെ ആപ്പിൾ ജ്യൂസ് നല്ല ടേസ്റ്റാണ്. ഫ്ലൈറ്റിലെ ആപ്പിൾ ജ്യൂസ്. ചിക്കൻ വിത്ത് വെജിറ്റബിൾ റൈസാണുള്ളത്. ഇത് ലഞ്ചാണ് തരുന്നത്. ഒരു കുപ്പി വെള്ളമുണ്ട്. ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുഡിനൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് പഠിച്ച് ക്ലിയർ ആക്കിയിരിക്കുന്നത്. ഇനി ചെറുതായിട്ടൊന്നും വേണമെങ്കിൽ മഴങ്ങ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ ഇരിക്കുന്നുണ്ട്. നല്ല മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ട് ഇതിൽ. അതൊന്ന് കാണാൻ ഇരിക്കുന്നത്. അങ്ങനെ ഒമാൻ്റെ ആകാശത്തെത്തിയിട്ടുണ്ട്. ഇത് കടലിൽ നിന്ന് ചാരിയിട്ടുള്ള കരയാണ് ഈ കാണുന്നത്. ഒമാനിലെ അറബിക്കടലിനെ ക്രോസ് ചെയ്തിട്ടാണല്ലോ ഇത് വരുന്നത്. ഇനിയിപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ ലാൻഡ് ചെയ്യും. ഒമാൻ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണിത്. ഇതൊരു പുതിയ എയർപോർട്ടാണ്. ഞാൻ മുമ്പ് ഇവിടെ പലതവണ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മുമ്പ് യൂറോപ്പിലേക്ക് പോയത് ഇതിലെ തന്നെ ആയിരുന്നു. പിന്നെ ലണ്ടൻ യാത്ര ചെയ്തതും ഈ ഒമാൻ എയർവേസ് തന്നെയായിരുന്നു. നല്ല സൂപ്പർ എയർപോർട്ടാണ്. ഇപ്പോൾ പുതുക്കി പണിതാണ്. അപ്പം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ക്ലാസ് സീറ്റിംഗ് ഏരിയയാണ്. പക്ഷേ നമ്മുടെ സൗദി എയർലൈൻസിൻ്റെ അത്ര ഉഷാറില്ല. സൗദി എയർലൈൻസിൻ്റെ ഞാൻ മുമ്പ് കാണിച്ച നല്ല ഉഷാറായിട്ടുള്ളതായിരുന്നു. ഒമാൻ ടൈം 2:15 ഇറങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങൾ പിന്നെ ഒമാൻ എയർപോർട്ടിൽ മസ്കറ്റ് എയർപോർട്ട്. ഇപ്പോൾ സമയം 12 മണി ഉച്ച. നല്ല യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒമാൻ എയർപോർട്ടിൽ ഇറങ്ങി. ഇനി അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് 2:15 മ്യൂണിക്കിലേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് ഒന്ന് ഫ്രഷ് ആകണം. പിന്നെ അടുത്ത കണക്ഷനിൽ അങ്ങോട്ടേക്ക് പോകണം, നമസ്കരിക്കണം, പിന്നെ വൈഫൈ കണക്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ കൂടി അങ്ങനെ നീങ്ങുകയാണ്. നമ്മുടെ യാത്രാ സംഘങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ എയർപോർട്ടിന് MCT എന്ന് പറയാം. മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഒമാൻ്റെ തലസ്ഥാനാണ് ഈ മസ്കറ്റ്. ഈ മസ്കറ്റിൽ നിന്ന് 32 കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സിബിലി. 1973 സീബ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിലായിരുന്നു ഈ വിമാനം തുറന്നപ്പോണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയതാണ്.
ഒരു ശാന്തമായ എയർപോർട്ടാണ് ഈ ഒമാൻ എയർപോർട്ട്. ഇപ്പോഴുള്ള ഈ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ഇത് 2007 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് 2018 ഇത് തുറന്നിട്ടുള്ളത്. 2018 മാർച്ച് 18 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിന് ശേഷം ഏകദേശം ഒരു 25 ദശലക്ഷം യാത്രക്കാരായിട്ട് ഈ ഒരു എയർപോർട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് മ്യൂണിക് എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടേക്കുള്ള ബോർഡിംഗ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ. അതിന് വരി നിൽക്കുകയാണ് ഇവിടെ. A9 നമ്മുടെ ഡോറുള്ളത്. അപ്പോൾ അവിടേക്ക് പോവാണ്. ഈ എയർപോർട്ടിൽ ഇറങ്ങുന്ന യാത്രക്കാർക്ക് ഇവരെ വക ഫ്രീ വൈഫൈ ഉണ്ട്. അത് നമ്മളെ പാസ്പോർട്ട് വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അത് ഇപ്പോൾ ഒരാളുകൾ കൂടി നിൽക്കുന്നുണ്ടല്ലേ, ഈ പല സ്ഥലങ്ങളിലുണ്ട് ആ ഒരു മെഷീന്. ഒരു ATM മെഷീൻ പോലത്തെ ഒരു മെഷീനാണ്. ആ മെഷീൻ്റെ മുകളിൽ ഇതേപോലെ നമ്മുടെ പാസ്പോർട്ട് കമഴ്ത്തി വെക്കുക. കമഴ്ത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മുടെ ഫോട്ടോ ഉള്ള ഭാഗം അത് കംപ്ലീറ്റ് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേരിലൊരു നമ്പർ വരും. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നമ്മളെ മൊബൈലിൽ ഈ ഒരു നമ്പറാണ് വരുന്നത്. ആ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിൽ നെറ്റ് കണക്ഷൻ കിട്ടും. ഏകദേശം 1 മണിക്കൂറോളം കിട്ടും. അപ്പൊ ഈ A ഗേറ്റിലൂടെ പോയിട്ട് 9 ഗേറ്റിലാണ് നമ്മളുടെ ഫ്ലൈറ്റിലേക്ക് ഇറങ്ങുന്നത്. ഈ എയർപോർട്ടിൽ നമ്മളെ 2 രൂപക്ക് ഭക്ഷണം കഴിക്കുന്ന ലോഞ്ച് ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല, അതിന് ടൈമില്ല. ഇറങ്ങിയത് 12 മണിക്കാണ്. ഇനി ഇവിടുത്തെ 2:15 ഫ്ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒന്ന് ഫ്രഷ് ആകണം, നമസ്കരിക്കണം, പിന്നെ എയർപോർട്ടൊന്ന് കറങ്ങി കാണണം. അപ്പോൾ അതിനുള്ളൊരു ടൈമില്ലാത്തതുകൊണ്ട് ലോഞ്ചിൽ പോകുന്നില്ല. പിന്നെ ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് മ്യൂണിക്കിലേക്കുള്ള ഫ്ലൈറ്റ് കയറുമ്പോഴും ഭക്ഷണം ഉണ്ടാവും. അതുകൊണ്ട് ഇനി ഇവിടെ ലോഞ്ച് ഉപയോഗിക്കുന്നില്ല. അതെ 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 കോഫി, വാട്ടർ, സ്നാക്സ്. ക്യാഷ് ഇട്ടാൽ എന്ത് സാധനം കിട്ടുന്നതിനുള്ളിൽ ആവുക. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ ഇവിടെ ലൊഹർ ബാങ്ക് കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ യാത്രക്കാർക്ക് നമസ്കാരത്തിൽ ഇളവുണ്ട്. അപ്പോൾ ലൊഹറും അസറും കൂടി നമസ്കരിക്കണം. ഇവിടുത്തെ പ്രയർ റൂം നോക്കി നടക്കുകയാണ്. ഇവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ നേരെ പോയാൽ മതി പറഞ്ഞു. അപ്പോൾ അത് തിരഞ്ഞിട്ട് അങ്ങനെ നടക്കുകയാണ് ഞാൻ. വേണമെങ്കിൽ കിടന്നുറങ്ങവിടെ, മൊബൈൽ ചാർജ് ചെയ്യുക. പുകവലിക്കുന്നവരുടെ കേന്ദ്രമാണിത്.
ആ പ്രയറിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഞാനങ്ങോട്ട് കിടക്കുകയാണ്. ഇവിടെയാണ് ഒമാൻ എയർപോർട്ടിലെ നമസ്കാരം പ്രയർ റൂമാണ്. ഇവിടെ നമ്മുടെ ഷൂ കഴിച്ചു വെക്കാനുള്ള റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അംഗശുദ്ധി ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ട്, വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഫുൾ ടൈം ക്ലീന് തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇനി അംഗശുദ്ധി നടത്തിയിട്ട് നമസ്കരിക്കാൻ കയറണം. ഇതാണ് ഇവിടുത്തെ പ്രയർ റൂം. ആളുകൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി എയർപോർട്ട് ഒന്നും കൂടി ചുറ്റിക്കറങ്ങാണ്. നമ്മുടെ സുഹൃത്ത് സ്വാമി സാറും അവരൊക്കെ അവിടെ പോയിരിക്കുന്നുണ്ട്. ഇതിവിടുത്തെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. ലോഞ്ചിലിരിക്കാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ വിമാനം കയറാൻ പോകാം മ്യൂണിക്കിലേക്ക്. ഭയങ്കര വെയിലാണ് ഇവിടെ. Hello. Thank you. Straight and right. ഇതിൻ്റെ സീറ്റ് വിൻഡോ സീറ്റ് അല്ലായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അത് അവിടുന്ന് കൊച്ചിയിൽ നിന്ന് തന്നെ ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ അറിയാമായിരുന്നു. പക്ഷേ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിരിക്കുന്നു. കാരണം എൻ്റെ ഒരു ജർമ്മനിക്കാരൻ, അദ്ദേഹത്തിന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോകാനുള്ളൊരു ആവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് വിൻഡോ സീറ്റിലേക്ക് മാറാൻ പറ്റുമോ ചോദിച്ചു. പിന്നെ നമുക്ക് 100% നമ്മൾ മാറാമെന്ന് പറഞ്ഞു. അതായത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് എന്ന് പറഞ്ഞ പോലെ എനിക്കാണ് വിൻഡോ സീറ്റ് മോർണിംഗിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. മോർണിംഗിലെ കാഴ്ചകളൊക്കെ കാണാം. ഇദ്ദേഹമാണ് അദ്ദേഹം. ഞാൻ പൊതുവെ ഫ്ലൈറ്റ് കയറിയാൽ പിന്നെ അങ്ങനെ മൂത്രയിക്കാനൊന്നും പോക്കില്ല. ഇത് ഏകദേശം 7 മണിക്കൂർ യാത്ര ഉണ്ട്. والأرسال اللاسلكية أثناء الرحلة، ويتعين إغلاق جميع الهواتف والأجهزة الإلكترونية الأخرى عند الإقلاع والهبوط. لمزيد من المعلومات يرجى قراءة بطاقة تعليمات السلامة الموجودة في جيب المقعد أمامكم. شكرا لحسن انتباهكم. نتمنى لكم رحلة ممتعة مع الطيران العماني. Ladies and gentlemen, welcome to Oman Air. Please pay attention to this safety video. Assalamu alaikum. Before takeoff, please ensure. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ എയർ ഹോസ്റ്റസ്മാർ ഇങ്ങനെ ആക്ഷൻ കാണിക്കലും കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് ഈ മോണിറ്ററിൽ ഉണ്ടാവും എല്ലാ വിവരങ്ങളും.
റൂട്ട് വരെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഏത് വഴി കൂടിയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ അതിൽ കാണിക്കുക. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയാം. ഇപ്പോൾ നമ്മൾ ഏത് ഭാഗത്തെത്തിയെന്നറിയാം. ഇപ്പോൾ ഏകദേശം ഫ്ലൈറ്റ് പൊന്തി തുടങ്ങിയിട്ടുണ്ട്. സമയം ഓൺ ടൈമിന് തന്നെയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഒമാനിനോട് വിട പറയാണ്. ഇനി നേരെ മ്യൂണിക്കിലേക്ക്. മണിക്കൂർ ഒപ്പിക്കണ്ടേ. പകലാണെങ്കിൽ ഉറങ്ങാനും പറ്റില്ല. ഇനി കുറച്ച് മലയാളം ഫിലിമുകളുണ്ട് പലതും. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് കാണാം. അപ്പോൾ 2.5 മണിക്കൂർ അങ്ങനെ പോയി കിട്ടും. പിന്നെ കുറച്ച് ഭക്ഷണ സമയം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ മെനു കാർഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ തരും. ഞാൻ ഫിഷാണ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഫിഷാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പൊതുവേ ഞാൻ ഫ്ലൈറ്റ് യാത്രയിൽ ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷാണ് ഓർഡർ ചെയ്യൽ. ഞാൻ മെനു കാർഡ് കിട്ടിയാൽ അപ്പം തന്നെ ഒന്നും സാധനം കിട്ടില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിയും കിട്ടാൻ. അപ്പം മോഹൻലാലിൻ്റെ ഒരു പടം കാണാൻ വെച്ചിട്ടുണ്ട്. ഇയർഫോണൊക്കെ ഉണ്ട് ഇവരെ വക. അത് നമുക്ക് തിരിച്ചു നമുക്ക് തന്നെ കൊണ്ടുപോകാം. അവർക്ക് കൊടുക്കണമെന്നില്ല. അത് കോംപ്ലിമെൻ്ററിന് ആറാട്ട് അതാണ് കാണാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ മ്യൂണിക്ക് റൂട്ടാണ് ഈ കാണിക്കുന്നത്. ഓസ്ട്രിയ ക്രൊയേഷ്യ വഴിക്ക്. ഇതിലൊരു സൗകര്യമുണ്ട്. ഇത് ഇപ്പോൾ പകൽ സമയമാകുമ്പോൾ വല്ലാണ്ട് ലൈറ്റ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് ഇരുട്ടാക്കണമെങ്കിൽ ഇതിൽ ബട്ടണുണ്ട്. അത് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഒമാനിലേക്ക് വരുന്ന ഫ്ലൈറ്റിലില്ല. അതിലാകെ 6 സീറ്റുള്ള ഫ്ലൈറ്റാണ്. ഇതിൽ 6 സീറ്റാണ് ഒരു റോയിലുള്ളത്. ഇതിൽ 9 സീറ്റുള്ള വലിയ ഫ്ലൈറ്റാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഇത് ഞെക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബ്ലൂ കളറായിട്ട് അങ്ങനെ ഇരുട്ടായിട്ട് വരും. നല്ല സൗകര്യമാണ്. ഓരോരുത്തർക്ക് ഉറങ്ങേണ്ടവർക്ക് അങ്ങനെ ഉറങ്ങാം. പൊതുവെ എല്ലാവരും ബ്ലാക്ക് ആക്കി വെക്കേണ്ടതില്ല. ഇതേപോലെ കംപ്ലീറ്റ് ഇതായി വരും. ഇപ്പോൾ ഏകദേശം ഇന്ത്യ മേഘത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മളെ ഹോസ്റ്റസ് ഫുഡായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഫിഷ് പിന്നെ കുറച്ച് ഉപ്പേരി സിനിമ അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫിഷ് ഉപ്പേരി ഉണ്ട്. പിന്നെ ഒരു ഫിഷിൻ്റെ തുറന്നു നോക്കട്ടെ എന്തൊക്കെയുള്ളത് എന്ന്. ഫിഷും കുറച്ച് പൊട്ടറ്റോയും കുറച്ച് വെജിറ്റബിളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബന്നുണ്ട്. ഇതാണ് ഐറ്റംസ്. ഉപ്പേരി ഉണ്ട്, ഒരു ചോക്ലേറ്റ് ഉണ്ട്, ഐസ്ക്രീം മോഡലുള്ളൊരു സാധനം. നമ്മളെ ഫേവറേറ്റ് ആപ്പിൾ ജ്യൂസും ഉണ്ട്. അത് ഞാൻ സ്ഥിരം കഴിക്കാറുണ്ട്. അപ്പോൾ അത് ഏകദേശം തീരുമാനമാക്കിയിരിക്കുന്നതിന്. ഇപ്പം മ്യൂണിക് എയർപോർട്ടിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് വിമാനം. ഇനി നമുക്ക് മ്യൂണിക് എയർപോർട്ടിൻ്റെ താഴ് ഭാഗങ്ങൾ അങ്ങനെ കാണാം. ഇവിടെ ഇങ്ങനെ മഞ്ഞ ചെറിയ ചെറിയ പീസുകളുണ്ടല്ലോ, അത് ഇവിടുത്തെ കടുക് തോട്ടങ്ങളാണ്. അത് പൊതുവേ യൂറോപ്പിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ ഇങ്ങനെ കാണാം നമുക്ക്. മഞ്ഞ നല്ല സ്റ്റൈലാണത്. ഞാൻ എൻ്റെ സ്കാൻഡിനേവിയൻ യാത്രയിൽ ഞാൻ കാണിച്ചിരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പം മ്യൂണിക്കിൽ ഇറങ്ങാനുള്ള പുറപ്പാടാണ്. കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാട് കൃഷിയിടങ്ങളുള്ള ഏരിയയാണ്. ഈ ടൗൺ ഉള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ആളുകൾ താമസവും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആപ്പിൾ ജ്യൂസും കുറച്ച് ചിപ്സും കൊണ്ടുവന്നാണ്. ഒരു ബെന്നും ഉണ്ട് ആ കൂട്ടത്തിൽ കൂടി. തുർക്കി സാൻഡ്വിച്ച് എന്ന് പറയും അതിന്. അതാണത്. അതും കഴിച്ചു. ഇപ്പം ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡിൻ്റെ ഒരു ഭാഗമാണ് റൺവേ, മറ്റേ ഭാഗത്താണ് പാർക്കിങ്. നമുക്കിങ്ങനെ കാണാം ഫ്ലൈറ്റിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്.
ഹായ് പോട്ടെ Okay, നന്ദിയാ. അതാണ് പഠിപ്പിച്ചത്. എവിടെ പോവാ? നിന്റെ പേര്? പേര് സക്കീറിയ. ഷക്കീർ. രാഘവ് പേര്? എന്താ പേര്? രാഘവ്. 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 Bye, thank you. Bye. പോ. ഇപ്പം എന്നോട് സംസാരിച്ച എയർ ഹോസ്റ്റ് അദ്ദേഹം ഒമാൻകാരനാണ്. അദ്ദേഹത്തിന് മലയാളം കുറച്ച് അറിയും. ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ മലയാളം സംസാരിച്ചിരുന്നു. ഫുഡ് കൊണ്ടുവരാനൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ജ്യൂസൊക്കെ എക്സ്ട്രാ തന്നിരുന്നു അദ്ദേഹം നമുക്ക്. Exit to the connected line. Connected line, lift us up. Yes. Connected line. മ്യൂണിക് എയർപോർട്ടിലാണ്. Secretary. പറയൂ. നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും വിളിക്കാനും കിട്ടൂല. നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ മ്യൂണിക് എയർപോർട്ടിലാണ്. അപ്പോൾ മ്യൂണിക് എയർപോർട്ടിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ചെറിയൊരു എയർപോർട്ടാണ്, കുഞ്ഞ് എയർപോർട്ടാണിത്. അങ്ങനെ ജർമ്മനിയിലെ മ്യൂണിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 7:10 ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളുടെ വിസ ഇമിഗ്രേഷനിൽ പോയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്യണം. അതിനുശേഷം ലഗേജ് എടുക്കണം. പിന്നെ പുറത്ത് നമ്മുടെ വാഹനം കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങോട്ട് ഹോട്ടലിലേക്ക് പോകണം. ഇവിടെ ഇത് താഴ്ഭാഗമാണ്. ഇത് പോകുന്ന ആൾക്കാർക്കുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇത് ഞങ്ങളിത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോവുക. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോണി കാണുന്നുണ്ട്. അപ്പോൾ ഈ കോണി ഇങ്ങോട്ടേക്ക് താഴത്തിറങ്ങുക. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വീഡിയോ അലൗഡ് ഉണ്ടാവില്ല. കാരണം ഇവിടെ വിസ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ്. ഇവിടെ അങ്ങനെ വരി നിൽക്കുന്നുണ്ട് ആളുകളൊക്കെ. ഇവിടെ യൂറോപ്യന്മാർക്ക് അവർക്ക് സ്വന്തമായിട്ട് ഇതേപോലെ പാസ്പോർട്ട് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അവരുടെ ഫേസും കാര്യങ്ങളും അവിടെ ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്യും. പക്ഷെ നമുക്കതില്ല. അപ്പോൾ ഞങ്ങളെ ചെക്കിങ് കഴിഞ്ഞ് പാസ്പോർട്ടിൽ സ്റ്റാമ്പൊക്കെ ചെയ്ത ശേഷം ലഗേജ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. മ്യൂണിച്ച് ഇവിടെ വേറൊരു പേരിലാണ് ഇവർ അറിയപ്പെടുക. മ്യൂണിക് നമ്മൾ പറയും. ഇവരുടെ ഭാഷയിൽ വേറൊരു പേരാണുള്ളത്. ലഗേജിന് വെയിറ്റ് ചെയ്യാണ്. ലഗേജ് കിട്ടിയിട്ട് വേണം പുറത്തിറങ്ങാൻ. ഇത് രമ്യ മാഡം ഞങ്ങളൊപ്പം ഈ ഗ്രൂപ്പിലുള്ള തന്നെയാണ്. ലഗേജിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലഗേജ് ഇനി കിട്ടണം. വന്നു അധികം സ്പേസ് ഇല്ല, കുറഞ്ഞ ഭാഗമുള്ളൂ ഇവിടെ. അതിലൊറ്റ ഒരു ഇത് മാത്രമേ ഉള്ളൂ ലഗേജ് വരുന്നത്. മോൾ ഭാഗമൊക്കെ ഇങ്ങനെ ഇരുമ്പിൻ്റെ സീലിംഗാണ് ഉള്ളത്. ഈ ഒരു ഭാഗം അധികം പാസഞ്ചേഴ്സൊന്നും കാണാനില്ല. വേറെ ഫ്ലൈറ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ലഗേജ് വരുന്നുണ്ട്. ഞാനൊരു ട്രോളി എടുത്തിട്ടുണ്ട്. ആ വരുന്നതിൽ എൻ്റെ ബാഗേജ് ഉണ്ട്. ഞാനതങ്ങോട്ട് എടുക്കുകയാണ്. ഇനി നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ കസ്റ്റംസ് ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ബാഗ് ചെക്കിങ്ങോ അങ്ങനത്തെ സംഭവമില്ല. ഇത് പുറത്തേക്കുള്ള വഴി. നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈഡ് പുറത്താണുള്ളത്. ഞങ്ങളൊപ്പം ഗൈഡില്ല. അപ്പം ഇനി നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ്. ആ ചുവന്ന ബസ്സാണ് നമ്മുടെ ബസ്. ഇനി ബസ്സിലേക്ക് കയറണം. ലഗേജുകളൊക്കെ വെക്കണം. എയർപോർട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങണം പുറം ഭാഗം. അപ്പോൾ വണ്ടി എത്തി. ലഗേജുകൾ നമ്മളെ ഡ്രൈവർ തന്നെ കയറ്റും. ഇവിടെ യൂറോപ്പിൽ അങ്ങനെയാണ്. ലഗേജ് കയറ്റൽ നമ്മളെ ഡ്രൈവറാണ്. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. അതിന് നമ്മൾ €2 ഓരോരുത്തർ കൊടുക്കണം ഒരു ദിവസം. ഇതാണ് നമ്മുടെ ബസ്. ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെക്ക് എന്ന രാജ്യത്തിലെ ഫുട്ബോൾ ടീമിനെ കൊണ്ടുപോകുന്ന ബസ്സാണ്. അത്യാവശ്യം നല്ല ഫേമസ് ബസ്സാണ്. ഇദ്ദേഹമാണ് നമ്മളെ ക്യാപ്റ്റൻ. ഇവിടെ ക്യാപ്റ്റൻ എന്നാണ് പറയുക ഈ ഡ്രൈവർമാരെ. അദ്ദേഹത്തിൻ്റെ പേര് മൈക്കിൾ. അദ്ദേഹം ചെക്ക് നാഷണാലിറ്റിക്കാരനാണ്. മുമ്പ് ചെക്കോസ്ലോവാക്യ എന്ന്, ഇപ്പോൾ ചെക്ക് വേറെയാണ്, സ്ലോവാക്യ വേറെയാണ്.
അദ്ദേഹമാണ് ഇപ്പോൾ ലഗേജൊക്കെ കയറ്റി ഞങ്ങൾ പോകാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. ഇതാണ് ആ ബസ്, നല്ല അടിപൊളി ബസ്സാണ്. അപ്പോൾ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. വെള്ളക്കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ യാത്രക്കാരാണ്. ഞാനെൻ്റെ സ്ഥിരം സീറ്റ് ബാക്കിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാമി സാറും ഞാനും നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഭാഗം അവിടെയാണ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഇനി റൂമിലേക്ക് പോവാണ്. ഏകദേശം 8:40 ഇവിടെ സൂര്യാസ്തമയ സമയം. ഇപ്പോൾ സമയം 8:20 അയക്കുന്നു. ഈ മ്യൂണിക് എയർപോർട്ട് നിൽക്കുന്നത് ജർമ്മനിയിലെ ബവേറിയ റീജിയനിലാണ്. ഈ ബവേറിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളുടെ BMW കാറുണ്ടല്ലോ, അതിൻ്റെ ഫുൾ ഫേം ബവേറിയ മോട്ടോർ വർക്ക്സ് എന്നാണ്. അതിൻ്റെ ഹെഡ് ഓഫീസും അതിൻ്റെ സ്ഥലവും ഈ ജർമ്മനിയാണ്. ഈ വാഹനങ്ങളിൽ ഫേമസ് കമ്പനിക്കാർ മൊത്തം ജർമ്മനിക്കാരാണ്. അപ്പോൾ ഇത് ഈ ജർമ്മനിയുടെ ഒരു സൗത്ത് ഭാഗത്താണ് ഈ ബവേറിയ റീജിയൻ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ പുറത്തു കിടക്കുകയാണ്. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റൺവേ പാലത്തിൻ്റെ മുകളിലാണ്. ഞാൻ മുമ്പ് കാണിച്ചിരുന്ന് ഫ്ലൈറ്റിൽ നിന്ന് പറഞ്ഞിരുന്നു ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. ഇത് കണ്ടല്ലേ, ഇത് ഞങ്ങളുടെ ബസ് ഇങ്ങനെ പോവുകയാണ്. ഇത് അടിക്കടി കൂടിയാണ് പോകുന്നത്. ഇതിൻ്റെ മുകളിലൊരു പാലം ഉണ്ടല്ലോ, അത് റൺവേ ആണ്. ഇത് ലെഫ്റ്റ് സൈഡിലും വണ്ടി ഫ്ലൈറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ റൈറ്റ് സൈഡിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഇതിലേക്ക് കിടക്കുക ചെയ്യുക. ഈ ജർമ്മനീൻ്റെ ഔദ്യോഗിക വിമാന കമ്പനി ലുഫ്താൻസയാണ്. ഞങ്ങൾ വന്നിട്ടുള്ളത് ഒമാൻ എയർവേസ് ആണ്. ഇതാണ്, അതായത് ഈ റോഡൊന്നും ബ്ലോക്ക് ചെയ്യാതെ 2 സൈഡും എയർപോർട്ടാണ് ഈ മ്യൂണിക് എയർപോർട്ട്. നല്ല പച്ചപ്പ് പിടിച്ച നല്ല സ്ഥലം, നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ അവർ. ഈ മ്യൂണിക് എയർപോർട്ട് നല്ല വിശാലമായ എയർപോർട്ടാണ്. അങ്ങ് ദൂരം നോക്കിയാൽ കാണാം 2-3 വിമാനങ്ങൾ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മളുടെ പിന്നെ ലഗേജ് വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ ചെറിയൊരു ഭാഗമാണുള്ളത്. വിശാലമായൊരു എയർപോർട്ടാണ് ഈ ഒരു എയർപോർട്ട് മ്യൂണിക്കിലെ. ഞങ്ങളുടെ ഗൈഡ് രാജേഷ് ഏട്ടനാണ്. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് പുറത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പം ബസ്സിലുണ്ട്. ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റോളം റണ്ണിങ് ടൈം ഉണ്ടാവും നമ്മുടെ ഹോട്ടലിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും രാത്രി ആയിട്ടില്ല ഇവിടെ. അങ്ങ് റൈറ്റ് സൈഡിൽ കണ്ടില്ല, ഇത് കംപ്ലീറ്റ് സോളാർ പാനലാണ് ഇവിടെ. സോളാർ ഇവിടെ മുമ്പ് മ്യൂണിക് ഒളിമ്പിക്സൊക്കെ നടന്ന സ്ഥലമാണ്. അങ്ങനെ റോസ് കളറിലൊരു കൂട് കണ്ടുന്നില്ല അങ്ങോട്ടേക്ക്. അതുപോലത്തെ ഒരു നല്ലൊരു ഫേമസ് ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഇത്. നമ്മുടെ ബസ് ഹോട്ടലിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഇത് ഹോട്ടലിൻ്റെ അടുത്തെത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. 9 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. 8:20 ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റൂം നമ്പർ 118 ആണ്. ഇനി നേരെ നമുക്ക് റൂമിലേക്ക് പോവാണ്. ഇതിലങ്ങോട്ട് പോവുക. ഇവിടുത്തെ 1 എഴുതിയതൊക്കെ ഒരു 8 എന്നുള്ള മോഡലാണ് വരെ മ്യൂണിക്കാർ എഴുത്തുള്ളത്. ഇനി നേരെ നമ്മളെ റൂമിലേക്ക്. ഇവിടെയൊക്കെ കാർപ്പറ്റൊക്കെ വിരിച്ചെല്ലാം ഉഷാറാക്കിയിട്ടുണ്ട്. ഞാനും ഇപ്പം നമ്മുടെ പോലീസ് ഓഫീസർ ജോൺ സാറാണ് ഒന്നിച്ചാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ റൂം 118. അപ്പോൾ ഈ റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ 2 ബെഡുണ്ട് സെപ്പറേറ്റ്, പിന്നെ ഒരു കുപ്പി വെള്ളം, സോഫ, പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് വേറെയുണ്ട്. കുട്ടികൾക്ക് ആർക്കെങ്കിലും കിടക്കാൻ പറ്റുന്ന വേണ്ടിയിട്ടാണ്. TV ഉണ്ട്. ഇത് സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് 2 റൂം ഒരു റൂമാക്കണമെങ്കിൽ ഇതിനുണ്ട്. ആളുകൾ കൂടുകയാണെങ്കിൽ ഈ ഡോറ് തുറന്നിട്ട് അത് വലിയ റൂമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ഡോറുള്ളത്. നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് കാണാം. ഇതാണ് ടോയ്ലറ്റ്. ഇവിടെ വെറും കടലാസിൻ്റെ പരിപാടിയാണ്. അതാണ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മഗ് കൊണ്ടുവരണം എന്ന് പറയുന്നത്. കണ്ടില്ലേ, അവിടെ ഹാൻഡ് ഷവർ ഇല്ല. പിന്നെ ഒരു ബാത്ത് ടബ് ഉണ്ട്. ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാത്റൂം തന്നെയാണ് ഫുള്ള്. അപ്പോൾ റൂമിൽ ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജോൺ സാർ ഒരു ചേട്ടൻ്റെ മോളുണ്ട് ഇവിടെ പഠിക്കുന്നത്. അവൾ കെമിസ്ട്രി എന്തോ PG എടുത്തിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ജോൺ സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 8 മണിക്കൂർ യാത്ര ഉണ്ട് അവൾ നിൽക്കുന്ന അവിടേക്ക്. സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവളെയും കൂടി വെയിറ്റ് ചെയ്തിട്ട് കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ.
ഇത് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ്. ഇപ്പം ഇവിടെ രാത്രി ഇപ്പോൾ ആയിട്ടുള്ളൂ. കാരണം രാത്രി ഞാൻ നേരത്തെ പറഞ്ഞത് 8:30 മണിക്ക് ശേഷമാണ് ഇവിടെ സൂര്യൻ അസ്തമിക്കാറുള്ളത്. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോൺ സാറ് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട്. ഇവിടാണ് അവൾ സ്വാതി. ഇതിപ്പോൾ അവിടെ സാധനങ്ങൾ കംപ്ലീറ്റ് അവൾ ബാഗായിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ്, പിന്നെ ബീഫ് ഫ്രൈ, അതിന് പുറമെ ചിപ്സുകൾ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട് പുള്ളിക്കാരത്തിക്ക്. അപ്പോൾ അവളെ ഞങ്ങൾ കയറ്റിയേക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ്. ഇതിവിടുത്തെ പിന്നെ ഗവൺമെൻറ് ബസ്സാണ്. ആ പുള്ളിക്കാരത്തി ഞങ്ങൾ യാത്ര അയച്ച് വിട്ടു. ഇവിടുന്ന് ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞിട്ടുള്ള അവിടെ എത്തുക. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ രാത്രിയാണ് ഇവിടെ. രാത്രി അത്യാവശ്യം ഇരുട്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടുത്തെ സൂര്യാസ്തമയ സമയമാണ്. 5:44 നേരം വെളുക്കുക. ഇരുട്ടാകൽ 8:36 പകൽ ഒരുപാട് സമയമുണ്ട്. ഞാൻ രാവിലെ തന്നെ എണീച്ച് ബാത്റൂമിൽ കയറി കുളിക്കാൻ കയറുകയാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങണേ. ഞാൻ പൊതുവെ യാത്രയിൽ നേരത്തെ എണീക്കാറുണ്ട്. യാത്രയല്ല, നാട്ടിലാണെങ്കിൽ തന്നെ നേരത്തെ എണീച്ച് പിന്നെ ഹോട്ടലിൻ്റെ പരിസരവും ഒക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്കാണ് വരാനുള്ളത്. ഇത് ഇവിടുത്തെ റിസപ്ഷനാണ്. റിസപ്ഷനിലൊരു ഈജിപ്ഷ്യൻ സ്റ്റാഫുണ്ട്. പുള്ളിക്കാരന് അറബിയൊക്കെ അറിയാം. മൂപ്പരവിടെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം പുള്ളിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടേക്ക് പോയതാണ്. തിരിച്ചു വന്ന് നമുക്ക് കാണാം അദ്ദേഹത്തിന്. ഇതിവിടുത്തെ റിസപ്ഷനും അതിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇരിക്കാൻ കുറച്ച് കസാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാവം വിശാലമായ ഹാളാണ്. ഇതിലായിട്ട് പോയിട്ട് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഉള്ളത്. زيارة مصر ولا ما في؟ كنت في مصر في الكريسماس. بس هنا في إجازة كريستماس ها؟ ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ഈജിപ്ഷ്യന്. പുള്ളിക്കാരന് അറബി സംസാരിക്കുന്ന ഒരാളെ കിട്ടിയ സന്തോഷത്തിലാണ് പുള്ളിക്കാരനുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ജർമ്മനിയിലെ മ്യൂണിക്കിലെ ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ് എക്കോളം ഹോട്ടൽസ്. ഇതൊരു അന്തം വിട്ടൊരു ഹോട്ടലാണ്. എൻ്റെ പിന്നെ ഇത് പ്ലാൻ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിങ്ങനെ, പിന്നെ അതിങ്ങനെ പോയി 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 ഇതുണ്ടല്ലേ ഇങ്ങനെ ലെങ്ത്തിൽ. പിന്നെ ഇങ്ങനെ വന്ന് അതായത് ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ 4 ഭാഗം ബിൽഡിംഗ് ആണ്. പിന്നെ ഇത് സെൻട്രലിൽ ഇങ്ങനെ പാസേജ്, ഇതാണ് പാസേജ് ഉണ്ടല്ലേ. ഈ പാസേജിലൂടെ വന്നിട്ട് ഇവിടെ ഒരു റൗണ്ടർ ചെറിയതുണ്ട്. അവിടെ കാണുന്നതാണ് ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ്. ഇനി ഇതിൻ്റെ മെയിൻ റോഡ് അപ്പുറത്ത് ആ ഭാഗത്താണ്. ആ ഭാഗത്ത് നമുക്ക് പോവാം, കാണാം. ഞാനിനി ഹോട്ടൽ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിടക്കാണ്. ഇതിങ്ങനെ നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് കിടന്നു. ഇതാണ് മെയിൻ റോഡുള്ളത്, ഈ ഒരു ഭാഗം. ഇതിൽ ബസ് സർവീസൊന്നുമില്ല. ഇത് വലിയ കാറൊന്നായിട്ട് ഷോറൂമിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങളുടെ ഷോറൂമുള്ള സ്ഥലമാണ്. നിർമ്മാണമുണ്ട്, ഷോറൂമുണ്ട്. അപ്പോൾ അത് കയറ്റി കൊണ്ടുപോകുന്ന ഒരു ലോറിയാണ് ഈ കാണുന്നത്. ഇതാണ് ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഈ കാണുന്നതാണ് ആ ഒരു നീളം മൊത്തം. അവിടെ ഈ റോഡും ഉണ്ട്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങാണ് നമ്മളെ ഹോട്ടൽ കോമ്പൗണ്ട് ഉള്ളത്. ഇനി ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോവാണ്. ഇതാണ് മെയിൻ എൻട്രൻസ് ഈ ഒരു ഹോട്ടലിലേക്ക് കടക്കാനുള്ള. ഇവിടുത്തെ ചെറിയ ചെറിയ കരിങ്കല്ലുണ്ടല്ലോ. പൊതുവേ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ
കരിങ്കല്ലിൻ്റെ പീസുകൾ കൊണ്ടാണ് ഫ്ലോറിങ് ചെയ്തിട്ടുണ്ടാകുക. ഞാൻ മുമ്പ് വരെ പോയ പല സ്ഥലങ്ങളിലെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇതേപോലെ തന്നെയാണുള്ളത്. ഈ ഫുട്പാത്തിലും പാസേജിലും ഒക്കെ അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക ഈ ഒരു ഇതേ മോഡൽ. ഇതിൻ്റെ സൈഡിൽ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു റെക്റ്റാങ്കിൾ ടൈപ്പിനാണുള്ളത്. അതിൻ്റെ സെൻറ്റർ കംപ്ലീറ്റ് ഹോളായി കിടക്കുന്ന അവിടെ ചെറിയൊരു ഇതാണ് നമ്മളുടെ ഹോട്ടലിൻ്റെ മെയിൻ റിസപ്ഷൻ ഏരിയ. ഒരു സ്ഥലത്തും ഫ്ലോറിൽ മണ്ണുണ്ടാവില്ല. ഒന്നുകിൽ പുല്ല്, അല്ലെങ്കിൽ കട്ട, അല്ലെങ്കിൽ ഈ ചെറിയ കരിങ്കല്ല് വിരിച്ചത്. ഇത് ഇവിടുത്തെ ഇലക്ട്രോണിക് സ്കൂട്ടർ. ഇത് ഒരു ആപ്പ് വെച്ചിട്ട് ഉപയോഗിക്കുക. ഞാൻ മുമ്പ് കാണിച്ചിരുന്നു എൻ്റെ ഫ്രാൻസ് എപ്പിസോഡ്, സ്കാൻഡിനേവിയൻ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നത്. ഇത് മിനിറ്റിലാണ് ചാർജ്. നമ്മൾ യൂസ് ചെയ്യുന്ന മിനിറ്റിന് ഒക്കെ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ കാണും. ഒരു ആപ്പിലാണ് ഇത് വർക്ക് ചെയ്യുക. രണ്ടല്ലേ? ഇതിൽ സ്കാൻ ചെയ്യും. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇങ്ങനെ റോഡ് പോകുന്നു. ഇവിടെ കംപ്ലീറ്റ് ഹോട്ടൽ ഏരിയകളാണുള്ളത്. ഈ ഹോട്ടൽ നിൽക്കുന്ന ഭാഗം മ്യൂണിക്കിലെ ക്രോൺസ്റ്റാഡറ്റർ സ്ട്രാബി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പേരൊക്കെ ഒരു അന്തല്ലാത്ത പേരാണ്. ഇവരെ ഈ മ്യൂണിക്കിനെ ഇവരെ ഭാഷയിൽ മൂഞ്ചൻ എന്നവർ എഴുതുക. MUNCHEN. MUവിൻ്റെ മുകളിൽ 2 കുത്തൊക്കെ ഉണ്ട്. അതൊരു ജർമ്മൻ ഭാഷയിൽ അങ്ങനെയാണ് ഇവർ പറയുക, മൂഞ്ചൻ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഇതുള്ളത്, ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. സാനിറ്റൈസ് മെഷീനാണ്. From where? Ghana. Eh? Ghana. Ghana, Ghana. Ghana, Ghana. Good name? Yeah. Good name. Joe. Joe. Yeah. ഇവന് ഇവിടുത്തെ ലോണ്ടറിൻ്റെ ചാർജാണ്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മ്യൂണിക്കിലെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കാണാൻ പറ്റും. ഇതിൻ്റെ മെയിൻ ഡോറാണ് ഹോട്ടലിലേക്ക് കടക്കാനുള്ള. അത് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. How are you? Good morning. Can I have your room number, please? My room number is 118. 114. From India? No, Sri Lanka. Yeah, Tamil Malum. Please tell me. Yeah, just I want to video. 지금 지금 이거는 가까이시고 ഇത് ബ്രെഡ് ഐറ്റംസ്. എന്താ സാധനം കഴിക്കുന്നത്? മധുരല്ലേ? എല്ലാവർക്കും മധുരമല്ലോ. എല്ലാവർക്കും പുളിയുണ്ടോ? ഹായ്, how are you? Okay. What is this? Should I put it on here? This one? Yes. Where from you? Where from you? Hello, Mongolia. Mongolia? Yes.
Nice to meet you. Please, sir, gentlemen. Sir. Are you working here? Yes, yes. Not working. This is. Business. Okay. Milk? Or tea? Cappuccino. Coffee with milk. With cappuccino. 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 This kitchen. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇനി കുറച്ച് കഴിക്കട്ടെ. Where is our area? ഇനി നമ്മള് മദ്യക്കുപ്പീൻ്റെ ഭാഗം കാണാൻ പറ്റും. ഇത് ബിയർ ബോട്ടിലായി കൊടുക്കുന്നത്. ഈ ഒരു ഏരിയ ഫ്രീ ഏരിയ അല്ല. ഈ മദ്യം ബിയറുള്ള ഭാഗത്തുള്ളത് ഈ റെസ്റ്റോറൻറ്റിൽ താമസക്കാർക്ക് ഫ്രീ ഉള്ളതല്ല. അതിന് വേറെ എക്സ്ട്രാ നമ്മൾ ക്യാഷ് കെട്ടണം. മറ്റേ ഈ ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ് ഈ താമസക്കാർക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ്. അതും അൺലിമിറ്റാണ്. മറ്റേത് നമ്മൾ ക്യാഷ് ചെയ്തെങ്കിലും കിട്ടുള്ളൂ. ഇതിവിടെ ജാമുകളാണ് ഈ കാണുന്നത്. അവർ ചെറിയ പാത്രത്തിൽ നമുക്ക് എടുക്കുക. അത് സ്ട്രോബെറീൻ്റെ തൈരുകളും മറ്റേതൊക്കെയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. ഞാൻ കഴിച്ചിട്ടില്ല. ഇങ്ങനെ ചീസ് ഐറ്റംസൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്. അവിടെ അങ്ങനെ കുറച്ച് ഓപ്പണായിട്ട് കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏരിയ ആണിത്. റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ്. അപ്പോൾ അവിടേക്കൊന്ന് വന്നതാണ്. ഞങ്ങളിന്ന് മ്യൂണിക്കിലെ ഒരു സിറ്റി ടൂർ നടത്താൻ പോകുന്നു. എന്നാലും ഞങ്ങൾ ബസ്സിൽ കയറാണ്. ജർമ്മനിയിലെ മ്യൂണിക്കിലെ ബസ്സിൽ. ഇതാണ് എൻ്റെ സീറ്റ്. എൻ്റെ ക്യാമറ ബാഗൊക്കെ അവിടെ വെക്കാനും നല്ല സൗകര്യമാണ്. ഇത് നമ്മുടെ സ്ഥിരം സീറ്റാണ്. ഈ ബസ്സിൽ ഡ്രൈവർ അടക്കം 53 സീറ്റാണുള്ളത്. ഏറ്റവും ഫ്രണ്ടിലൊരു സീറ്റ് ഉണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ അത് ഗൈഡിനൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മ്യൂണിക്കിലെ ക്രോണോസ്റ്റാറ്റർ സ്ട്രാബി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെ നമ്മളെ ഹോട്ടലുള്ളത്. ഇവരെ പേരൊക്കെ കുറച്ച് മല്ലിക്കെട്ടാണ്. അവിടുന്ന് മ്യൂണിക്ക് സിറ്റിയിലേക്ക് പോവുകയാണ് ബസ്സിൽ രാവിലെ. ഇപ്പോൾ സമയം 8:50 അയക്കുന്നു.
ഈ മ്യൂണിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ബവേറിയയുടെ തലസ്ഥാനാണ്. ബവേറിയ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ BMW ബവേറിയ മോട്ടോർ വർക്ക്സ് എന്നാണ് ആ BMW. അത് ഇവിടെയാണ് അതിൻ്റെ കാറിൻ്റെ പിന്നെ ഉത്ഭവം ഉള്ളത്. അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. അങ്ങനെ ബവേറിയയുടെ തലസ്ഥാനമാണ് ഈ മ്യൂണിക്ക്. ഈ മ്യൂണിക്കിനെ പല പേരിലും അറിയപ്പെടും. നമ്മുടെ നാട്ടിലെ മൊഞ്ചൻ എന്നറിയില്ല, അതേപോലെ മുഞ്ചൻ എന്ന് പേരിൽ പറയുന്നുണ്ട്, അതേപോലെ മഞ്ചൻ എന്ന് പേരിൽ പറയും. ഈ ജർമ്മൻ ഭാഷയിലാണ് ഇവർ ഈ മ്യൂണിക്കിനെ എങ്ങനെയൊക്കെ വിളിക്കല്. അതുപോലെ മ്യൂണിച്ച് എന്ന് പറയും. പക്ഷേ നമ്മൾ പൊതുവെ പറയാറ് മ്യൂണിക്ക് എന്നാണ് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷിൽ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഈ ബവേറിയൻ്റെ തലസ്ഥാനമാണല്ലോ ഈ മ്യൂണിക്ക്. ഈ ജർമ്മനിയിലെ ഒരു തെക്കൻ ഭാഗമാണ് ഈ മ്യൂണിക്ക് നിൽക്കുന്നത്. പിന്നെ ജർമ്മനിയിൽ തന്നെ മൂന്നാമത്തെ വലിയ നഗരമാണ് ഇത്. പിന്നെ 1, 2 പിന്നെ ബെർലിനും ഹാംബർഗുമാണ്. അതിന് ശേഷമുള്ള വലിയ പട്ടണമാണ് ഈ മ്യൂണിക്ക്. ആൽപ്സ് പർവ്വതനിരയുണ്ട്. അവിടുന്ന് ഏകദേശം ഒരു 30 മൈല്, അതായത് ഒരു 50 കിലോമീറ്ററിൻ്റെ അടുത്ത് വടക്ക് ഭാഗത്താണ് മ്യൂണിക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂണിക്ക് പട്ടണത്തിൻ്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. പൊതുവെ എല്ലാ പട്ടണങ്ങളിലൂടെ ഓരോ നദി ഉണ്ടാവും. ആ നദിയുടെ പേര് ഇസാർ നദിയാണ്. ഇതടുത്തൊരു എമ്പളാണ്. ഈ ഒരു സിഗ്നലിൽ ഒരു ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മോഡലാണ് ഈ കാണുന്നത്. ഏകദേശം നമ്മളെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം എടുക്കും ടൗണിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ ഈ മ്യൂണിക്കിനെ പറ്റിയിട്ടും ജർമ്മനിനെ പറ്റിയിട്ടും ചെറുതായിട്ട് വിവരിക്കുക. ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിൽ ഗൈഡിനൊരു സീറ്റുണ്ട്. നമ്മുടെ ഗൈഡ് ബാക്കിലാണ് ഇരിക്കുന്നത്. ഇതൊരു ഫ്രണ്ട് സീറ്റാണ്. ഇത് പൊതുവേ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീറ്റ് ഞാൻ ഡ്രൈവറോട് ചോദിച്ച് വാങ്ങാറുണ്ട്. ചില ഡ്രൈവർമാർക്ക് ഒരു ചൊറിച്ചിലുണ്ടാവും അവിടെ തരാൻ. അപ്പോൾ ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ്റെ സമ്മതത്തോടെ തന്നെ ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ്. ഈ മ്യൂണിക്കിലെ പോപ്പുലേഷന് ഏകദേശം ഒരു 15 ലക്ഷമാണ് കണക്കിട്ടുള്ളത്. നമ്മുടെ പിന്നെ ഇന്ത്യയായിട്ട് 3.5 മണിക്കൂർ പിന്നിലാണ് മ്യൂണിക്ക് നിൽക്കുന്നത്. ഈ മ്യൂണിക്കിൻ്റെ മൊത്തം ഏരിയ ഏകദേശം ഒരു 311 കിലോമീറ്റർ സ്ക്വയർ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ഈ ഒരു നായ്ക്കുട്ടികളെ പിടിച്ചിട്ടൊരു ലേഡി നിൽക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്. ഒപ്പം ഒരു ചെറിയ നായ്ക്കുട്ടി ഉണ്ടാവും. മറ്റേതൊരു ബേക്കറിയാണ്. ഇവർ പിന്നെ മൈദപ്പൊടിക്ക് എതിരാണെന്നൊക്കെ പറയും. പക്ഷേ ഇവരെല്ലാ ഭക്ഷണങ്ങളും മൈദപ്പൊടി തന്നെ ഉണ്ടാക്കുന്നത്. കംപ്ലീറ്റ് ബ്രെഡും കാര്യങ്ങളും ഒക്കെ മൈദപ്പൊടി. ഇവിടെ അരിപ്പൊടീൻ്റെ ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല. പൊതുവേ യൂറോപ്പിൽ അങ്ങനെ. ഞാൻ മുമ്പ് യാത്ര ചെയ്തപ്പോഴൊക്കെ എല്ലാ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ കുട്ടികളും ടീച്ചർമാരുമായിട്ട് ഇങ്ങനെ ഇവിടെ കറങ്ങും. അതും യൂറോപ്പിലൊരു സ്ഥിരം പരിപാടിയാണ്. കുട്ടികളങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. മുന്നിലും ബാക്കിലും ഓരോ അധ്യാപകരുണ്ടാവും. ചിലപ്പോൾ അധ്യാപകരുടെ ഡ്രസ്സിൻ്റെ അളവൊക്കെ ചിലപ്പോൾ കുറയും. പക്ഷേ മുന്നിലുണ്ടാവും പിന്നിലും അധ്യാപകരുണ്ടാവും, സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ നദി. ഇതിൻ്റെ പേരൊന്നുകൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇസാർ എന്നാണ് ഈ നദിയുടെ പേര്. തേംസ് നദി ലണ്ടനിലുണ്ട്. പിന്നെ സീൻ നദി ഫ്രാൻസിലുണ്ട്. ഷാങ്ഹായ് നദി ഷാങ്ഹായിലുണ്ട്. അങ്ങനെ എല്ലാ പട്ടണങ്ങളിലും ഓരോ നദികളുണ്ടാവും. മുകളിൽ കാണുന്നതൊക്കെ സ്ട്രീറ്റ് ലൈറ്റാണ്. ഈ സെൻറ്ററിലൂടെ കണ്ടല്ലേ ഈ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റാണ്. ഇത് ട്രാമാണ്. ട്രാമും പിന്നെ ബസ്സും ഒക്കെ ഒരേ റൂട്ട് കൂടി തന്നെ പോവുക. ട്രാമുള്ള സമയത്ത് ബസ് പോവില്ല. ഇതാണല്ലോ, ഇതൊക്കെയാണ് സ്ട്രീറ്റ് ലൈറ്റ്. പിന്നെ സൈക്കിൾ സവാരിക്ക് ഏറ്റവും മുൻപന്തിയിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ മ്യൂണിക്ക്. അതുപോലെ ഇവിടെ പിന്നെ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. ഇവിടെ 1589 സ്ഥാപിതമായ ഒരു പ്രശസ്തമായ ഹോഫ്ബ്രൂ ഹാസ് ഇവിടെയാണുള്ളത്, മ്യൂണിക്കിലുള്ളത്. ഇന്ന് ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ധനകാര്യം, ഇന്നൊവേഷന്, ബിസിനസ്, ടൂറിസം എന്നിവയുടെ ആഗോള കേന്ദ്രമാണ് ഈ മ്യൂണിക്ക്. ഈ മ്യൂണിക്ക് ഇപ്പോൾ വളരെ ഉയർന്ന നിലവാരവും ജീവിത നിലവാരവും ഉള്ളൊരു സ്ഥലമായി മാറിയിട്ടുണ്ട്. 2018 ഒരു സർവേ ഉണ്ടായിരുന്നു. മെർസർ സർവേ പ്രകാരം ജർമ്മനിയിലെ 1ാമത്തെയും പിന്നെ ലോകമെമ്പാടുമുള്ള 3ാമത്തെയും സ്ഥാനത്താണ് മ്യൂണിക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ 2018 മൊണോക്കിൽസ് ക്വാളിറ്റി ഓഫ് ലൈഫ് സർവേ ഉണ്ടായിരുന്നു. അതിൽ ലോകത്തിൽ ഏറ്റവും ജീവിക്കാൻ കഴിയുന്ന നഗരമായിട്ട് റേറ്റ് ചെയ്തത് മ്യൂണിക്കിനായിരുന്നു. അതുപോലെ റിയൽ എസ്റ്റേറ്റ് വിലയും പിന്നെ വാടക ചെലവും കണക്കിലെടുത്തിട്ട്
ജർമ്മനിയിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളിൽ ഒന്നായിട്ടാണ് മ്യൂണിക്കിനെ റാങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നമ്മളെ ബസ് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് പോവാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങനെ കാണാം. ഇത് മ്യൂണിക്കിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ടിലാണ്. പുറത്തങ്ങനെ യാതൊരു തിരക്കും ഉണ്ടാവില്ല. ഇതൊരു ലോകാണ്. ഇതൊരു ഫ്ലോർ ഇറങ്ങി വന്ന് പിന്നെ വേറെയും ഫ്ലോർ ഉണ്ട്. ഇതുണ്ടല്ലോ, ഇങ്ങനെ എസ്കലേറ്റർ ഉണ്ട്. അതുപോലെ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ബ്രെഡ് കടയും മറ്റൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഈ കടക്ക് യാതൊരു ക്ഷാമവുമില്ല. ഇതൊരു വല്യപ്പാനെ രാവിലെ തന്നെ സ്ട്രീറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ മ്യൂണിക്കിലാണ്. ഇത് ഇവിടുത്തെ സൈക്കിൾ പാർക്കിംഗ് ആണ്. യൂറോപ്പിൽ പൊതുവെ സൈക്കിളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലമാണ് യൂറോപ്പ്. പിന്നെ ഡെൻമാർക്കിലൊക്കെ മന്ത്രിമാർ വരെ സൈക്കിളിലാണ് പോവുക. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് സൈക്കിൾ പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ മ്യൂണിക്ക് സിറ്റി സെൻറ്ററിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അത് പോകുന്ന സമയത്ത് ഈ വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഇവിടെ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ വെറുതെ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രസമാണ്. കാരണം കാലാവസ്ഥയും നല്ല തണുപ്പാണ്. ഒരുപാട് വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈജിപ്തിൽ നടക്കുന്ന പോലെയല്ല. ഈജിപ്തിലൊരു എപ്പിസോഡ് ഞാൻ കാണിച്ചത് ഇങ്ങനെ നടക്കുന്നത്. അതുപോലെ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി. നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ നടക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് യൂറോപ്പിലെവിടെയും. റോഡരികും മറ്റൊക്കെ കംപ്ലീറ്റ് എപ്പോഴും ക്ലീനായിട്ടിരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ഒരു ബോർഡ് ഉണ്ടല്ലേ, HANF എന്നുള്ളത്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് കഞ്ചാവ് പിന്നെ ലൈസൻസോടെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഈ ഒരു ഷോപ്പ്. ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ലീഡർ രാജേഷ് ചേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നടന്നു വരും. ഞാൻ ഫ്രണ്ടിൽ തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ പലതും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരിസരത്തിനെ പറ്റിയിട്ടൊക്കെ. ഈ അപ്പോത്തേക്ക് എന്നാണല്ലേ, അത് ഒരു ജർമ്മൻ ഭാഷയിലെ മെഡിക്കൽ ഷോപ്പിൻ്റെ പേരാണ് അപ്പോത്തേക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ പേര്. മെഡിക്കൽ സ്റ്റോർ എന്നുള്ളതിൻ്റെ ഒരു പേരാണത്. ഇവിടെ റോഡ് സൈഡിലാണ് കൂടുതലും ആളുകൾ ഇരിക്കലും കാര്യങ്ങളും. ഇതുണ്ടല്ലേ, ഇതൊക്കെ ബിയർ ബാർ എന്നറിയും. ഇതൊക്കെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ. ഇപ്പോൾ രാവിലെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തുറക്കും. ഇവരുടെ ബിയർ എന്ന് പറഞ്ഞ സാധനം ഇവരെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ ആഹാരമായിട്ടാണ് ഇവർ ആക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ബിയർ ഒക്കെ പിന്നെ കുടിക്കുന്നത് തെറ്റല്ല. ഇവർക്കത് തെറ്റില്ലാത്ത മോഡലാണ്. ലോകത്തിലെ വെറൈറ്റി ബിയറുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണിത്. അതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ചിട്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ്. ഇവിടെയുണ്ട് ഈ പിന്നെ യാചകർക്കൊന്നും ഇവിടെയും കുറവൊന്നുമില്ല. അങ്ങ് ദൂരെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ ഒരു പെണ്ണുങ്ങൾ, അതുപോലത്തെ ഒരു യാചകയാണ്. ഇതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ചില്ലറ പൈസ അതിൽ ഇട്ട് കൊടുക്കും. ചില്ലറ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യൂറോൻ്റെ €1 എന്ന് പറഞ്ഞാൽ തന്നെ 90 രൂപ അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടി അങ്ങനെ പോവുകയാണ്. ഇപ്പം നമ്മളെ മെയിൻ സിറ്റി സെൻറ്ററിലേക്ക് എത്താനായിട്ടുണ്ട്. ഈ മ്യൂണിക്കിലെ ഒരു
ഒരു ഐക്കണാണ് ഇവിടുത്തെ ടൗൺ ഹാള്. അതാണ് ആ കാണുന്നതാണ് ആ ടൗൺ ഹാള്. ഈ വലത്തെ സൈഡിൽ ഒരു കുറച്ച് ബ്ലാക്ക് കളറിൽ കണ്ടില്ലേ, ആ ഭാഗമാണ്. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ കേബിൾ വർക്കുകാരുണ്ട് ഇവിടെ. ഈ റോഡ് സൈഡിൽ ഇതേപോലെ പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റുകാർ ഇങ്ങനെ ഇതിട്ടിട്ടുണ്ട്. വിദേശികൾ ഫോട്ടോ എടുക്കലുകാരുണ്ട്. ഇത് ചൈനക്കാരാണ് തോന്നുന്നുണ്ട്. ഒരു ഫോട്ടോ എടുക്കലുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ ഏരിയ. ഇതുപോലെ ഇവിടുത്തെ ഒരു ബിയർ ബാറും കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ ഔദ്യോഗിക ബസ്സാണ് സിറ്റി ടൂർ നടത്തുന്ന മ്യൂണിക്കിൻ്റെ. എല്ലാ രാജ്യങ്ങളിലും ഇതേപോലെ ബോർഡ് വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടാവും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടൗൺ ഹാൾ. വലത്തുഭാഗത്ത് കാണുന്നുണ്ടല്ലേ ഈ ഒരു ഭാഗം. കണ്ടാൽ പഴയത് എത്രയോ പഴക്കമുണ്ട് ഇതിന്. ഇവിടേക്ക് മരിയൻ പ്ലാറ്റസ് സ്ക്വയർ എന്നാണ് പറയാറ്. ഈ ടൗൺ ഹാളിൻ്റെ മുകളിൽ ഒരു ഗ്ലോക്കൻസ്പിൽ ഉണ്ട്. അതായത് 100 വർഷം മുമ്പ് നിർമ്മിച്ചൊരു വളരെ അതിശയകരമായിട്ടുള്ളൊരു ചിമ്മിങ് ക്ലോക്കാണ് അതിലുള്ളത്. അത് തത്സമയം ഇങ്ങനെ ഓരോ മണിക്കൂറിൽ മണിനാദങ്ങൾ ഇങ്ങനെ മുഴക്കും. അത് 18ാം നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് ഈ ടൗൺ ഹാള്. ഈ ഗ്ലോക്ക് സ്പില്ലിൻ്റെ മുകളിൽ നിന്നൊരു സ്വർണ്ണപക്ഷി ഉണ്ട്. അതിങ്ങനെ ചലക്കുന്ന ശബ്ദം വരും. യൂറോപ്പിൽ പൊതുവെ ഈ ക്ലോക്കിന് യാതൊരു ക്ഷാമമില്ല. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ ക്ലോക്ക് കൊണ്ട് ഒരു തിരക്കാണ്. ഇതിവിടെ ടീച്ചർ ഈ ടൗൺ ഹാളിൻ്റെ മുന്നിൽ കുട്ടികൾ കുറച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ല, ടീച്ചർമാരിങ്ങനെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കലാണ് പണി. എന്നിട്ട് അതിനെപ്പറ്റി വിശദീകരിച്ച് കൊടുക്കുക, ആ കാര്യങ്ങൾ പറയുക ഒക്കെയാണ്. ഇതിവിടെ മറ്റേ നമ്മുടെ തുലിപ്പ് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ് കഴിഞ്ഞിട്ടുള്ള സീസൺ തുടങ്ങുകയാണ് ഈ യൂറോപ്പിൽ മൊത്തം. പൂക്കൾക്കൊന്നും മണം കുറവാണ്. പ്രത്യേകിച്ചും തുലിപ്പിനൊന്നും യാതൊരു മണം ഉണ്ടാവില്ല. ഇവിടുത്തെ വസന്തകാലമാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഇതേപോലെ പിന്നെ മാർക്കറ്റിൽ പുറത്ത് വെക്കുകയാണ്. റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ മേഞ്ഞിട്ട് വെക്കുകയാണ്. നല്ല അടിപൊളി നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സാണ്. പക്ഷെ ഇതുമ്പോഴൊന്നും ഇവർ തൊടാൻ സമ്മതിക്കില്ല. ഞാൻ നേരത്തെ തൊട്ടപ്പോൾ തന്നെ പ്രശ്നമാണ്. തൊടലിവിടെ ഈ സാധനത്തിൻ്റെ മുകളിലൊന്നും ഇവർ തൊടാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സംഭവം നല്ല അടിപൊളി നല്ല കളർഫുള്ളാണ് ഈ പൂക്കളൊക്കെ. ഇതൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലൊരു മെയിൻ്റെനൻസ് നടത്തുന്നത്. ഒന്നൊരു പെണ്ണുങ്ങളാണ്, ഒന്നൊരു ആണുങ്ങളാണ്. ഇതിങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ ക്രെയിന് പൊന്തിച്ചിട്ട് ഉള്ള പരിപാടിയാണ്. അല്ലാണ്ട് കോണി കാര്യങ്ങളൊന്നുമില്ല. നേരിട്ടിട്ട് ഇങ്ങനെ ഉയരത്തിലിങ്ങനെ ഹൈഡ്രോളിക് സ്റ്റാൻഡിലാണ് അത് നിൽക്കുന്നത്. ഇതിവിടുത്തെ കുറഞ്ഞ തുണി കൂടുതൽ വില ഉള്ള ഒരു തുണിക്കടയാണ് ഈ കാണുന്നത്. ഇത് മ്യൂണിക്കിലെ ഒരു പ്രസിദ്ധമായ ഒരു ചർച്ചാണ്. ഇതിൻ്റെ പേര് ഫ്രൗൺ കിർച്ചയാണ്. അപ്പം ഈ ഒരു പള്ളിയുടെ പിന്നെ ശൈലി ഏതാ വെച്ച് കഴിഞ്ഞാൽ ഗോതിക് ശൈലിയിലാണിത് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ താഴികക്കുടങ്ങൾ ഈ ശൈലിയായിട്ട് യാതൊരു ബന്ധമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഗോതിക് ശൈലിയിലാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് 20,000 പേർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ കത്തീഡ്രലിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ പിന്നെ അത് പുനഃസ്ഥാപിച്ചിരുന്നതാണ്. ഈ മ്യൂണിക്കിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളിയുണ്ട്. അത് സെൻട്രൽ മ്യൂണിക്കിലുള്ളത്. അത് പീറ്റർ സ്കിർച്ചയാണ്. അത് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇതിൻ്റെ സീലിംഗൊക്കെ നല്ല അടിപൊളി, നല്ല ഒരു പ്രത്യേക മോഡലിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സീലിങ്ങും ഭാഗങ്ങളൊക്കെ. ഇനി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാണ്. ഇത് പള്ളിയുടെ മുറ്റത്ത് തന്നെ കുറച്ചും കൂടി വിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വെള്ളം കെട്ടിയിട്ട് കരിങ്കല്ലിൻ്റെ ഒരു പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഒരു മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ മരങ്ങളും ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ. ഈ ഒരു പള്ളിയുടെ കുറച്ച് ഭാഗം അങ്ങനെ ഒരു ഒഴിഞ്ഞിടക്കുന്നൊരു ഭാഗമാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ട്
അതിൻ്റെ ഏറ്റവും മുകളിലൊരു താഴികക്കൂടൊക്കെ ഉണ്ട്, 2 ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പൊതുവേ എല്ലാത്തിൻ്റെ മുകളിലും ക്ലോക്കിന് യാതൊരു ക്ഷാമവുമില്ല, ഇഷ്ടംപോലെ ക്ലോക്ക് ഉണ്ട്. അതിങ്ങനെ ഓരോ മണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുകയും ചെയ്യും, അതിലൊക്കെ ഇങ്ങനെ ശബ്ദം വരും ചെയ്യും. ഇതിവിടെ അതിൻ്റെ മുന്നിൽ തന്നെ, പള്ളിയുടെ മുന്നിൽ തന്നെ കുറച്ച് സ്കൂൾ കുട്ടികളായിട്ട് ഒരു ടീച്ചർ അതിനെപ്പറ്റി വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിറ്റിയിലുള്ള പല ബിൽഡിങ്ങുകളും ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, മെറ്റൽ ടൈപ്പാണ്, അല്ലാണ്ട് കോൺക്രീറ്റ് അല്ല. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ അവരൊക്കെ പോയി. ഇതാണ് ആ പള്ളി, അതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് മഴ കൊണ്ടാലും ഒന്നും കുഴപ്പമില്ല, നല്ല ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മോഡലാണ്. ഇതിങ്ങനെ പൊതുവേ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു സിറ്റിയിൽ ഇതേപോലെ സാമ്പിളുകൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റി വിശദീകരിച്ചും കാര്യങ്ങളും സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കും കാര്യങ്ങൾ. നല്ലതാണ് ഒരു കണക്കിന്. ഇനി നമുക്ക് മ്യൂണിക്കിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ലൈഫിനെ പറ്റിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണ് അവരുടെ സിസ്റ്റം എന്നുള്ളത്. ഇതാണ് ആ ബിൽഡിങ്ങിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ്. ആ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിലുള്ള താമസക്കാരുടെ പേരുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഓരോരുത്തരുടെ പേരുകളും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്, ഒരു മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ അടുത്ത് തന്നെ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ ചില ബിൽഡിങ്ങിൽ ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഒരു ഫോട്ടോയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ പ്രസിദ്ധരായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഒരുപാട് എത്രയോ പഴക്കം ചെല്ലുന്ന ബിൽഡിങ്ങുകളാണ്. ഇത് വേറൊരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഇതേപോലെ പേരുകൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതും ഇതുവരെ ഏകദേശം ഒരു 100 കൊല്ലം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. കൂടുതലും പഴയകാല ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്, ഈ മ്യൂണിക്കിലുള്ളത്. പുതിയത് കുറവാണ് പൊതുവെ. അത് ബിൽഡിങ്ങിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയുള്ള പേരുകൾ വെച്ചിട്ടുണ്ട്. ആ പേരിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് മെയിൻ ഡോർ തുറന്നു വരും. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഇത് റോട്ടിലെ ലിഫ്റ്റാണ്. ഇവിടെ നിന്നിട്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ട്, താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ലിഫ്റ്റാണിത്. ഇതാണ് 2 നില സൈക്കിൾ പാർക്കിംഗ് നടല്ലേ. കാറൊക്കെ 2 നില ആക്കുന്നത്, അതുപോലെ സൈക്കിൾ പാർക്കിംഗ് 2 നില. ഇതാണ് തുലിപ്പ്, ജർമ്മനിയിലെ മ്യൂണിക്കിലാണ്. ലോകത്ത് മൊത്തം ഇപ്പോൾ തുലിപ്പിൻ്റെ ഒരു സമയമാണ്. തുലിപ്പ് പൂക്കുന്ന കാലമാണ് ഏപ്രിലിന് ശേഷം, ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ഞാനിപ്പോൾ ഉള്ളത് മ്യൂണിക്കിലെ സിറ്റി ടൂറിലാണ്. ഇവിടെ ഒരുപാട് പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ. ഇപ്പോൾ സിറ്റി കൂടി ഇങ്ങനെ കറങ്ങിയിട്ടുള്ളൊരു. നമുക്കിനി മ്യൂണിക്കിലെ മെട്രോ ഒന്ന് കാണാം. ഇത് ഭൂമിയുടെ താഴെയാണ് മെട്രോ ഉള്ളത്, അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. ഇവിടുത്തെ മെട്രോൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂണിക് യു-ബാൻ എന്നാണ് പറയുക. 1971 ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ മ്യൂണിക്കിൽ. മ്യൂണിക്ക് മുനിസിപ്പാലിറ്റിൻ്റെ ഉടമസ്ഥയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ മ്യൂണിക്ക് യു-ബാന് നിലവിൽ 8 ലൈനുകളുണ്ട്, 96 സ്റ്റേഷനുണ്ട് ഈ മ്യൂണിക്ക് യു-ബാനിൽ. ഇതിപ്പോൾ സാധാ ലെവലിൽ നിന്നും പിന്നെയും താഴോട്ട് ഇറങ്ങിപ്പോകണം. അത്യാവശ്യം നല്ല താഴ്ച ഉണ്ട് ഇതിൻ്റെ സ്റ്റേഷനിലേക്ക് എത്താൻ. ഏകദേശം ഈ മെട്രോ 103 കിലോമീറ്റർ റൂട്ടുകൾ ഉൾക്കൊള്ളുന്നുണ്ട് ഇവിടെ. ഇതാണ് ആ മെട്രോ സ്റ്റേഷൻ. ഇങ്ങനത്തെ ഒരു ഭാഗം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്, മറ്റേ ഭാഗം കംപ്ലീറ്റ് ഇരുട്ടാണ്. കാരണം ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ വെളിച്ചം നിൽക്കുന്ന ഒരു ഭാഗം, ഈ കുറഞ്ഞൊരു സ്റ്റേഷൻ നിൽക്കുന്ന ഭാഗം. ബാക്കി കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ടിലാണ് സംഭവം ഉള്ളത്. 1971 ഒക്ടോബർ 19 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്, ഈ മെട്രോൻ്റെ. ഇപ്പോൾ മെട്രോ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ, നമുക്ക് ഒന്ന് കാണാം.
faster. തിരിച്ച് ഞാനിനി മുകളിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഈ എസ്കലേറ്റർ ഇല്ലെങ്കിൽ നമ്മളെ കാലിൻ്റെ അടപ്പ് വരും. അത്രക്കും താഴ്ചയിലാണ് ഇത് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല താഴ്ച ഉണ്ട്. താഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയതൊരു 10-25 മീറ്ററോളം താഴ്ചയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഈ എസ്കലേറ്ററിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതിന് പുറമെ ഇനി ലാസ്റ്റ് ഭാഗം കുറച്ചും ഉള്ളും പിന്നെ സ്റ്റെപ്പുകളും കാര്യങ്ങളുള്ളത്. ബാക്കിയുള്ള കാര്യം കംപ്ലീറ്റ് ഈ എസ്കലേറ്റർ തന്നെയുള്ളത് ഇലക്ട്രിക്കിൻ്റെ. ഈ ഒരു ഭാഗത്താണ് സ്റ്റെപ്പ് ഉള്ളത്. മറ്റേ ഭാഗത്തൊന്നും സ്റ്റെപ്പില്ല. ഇവിടെ സ്റ്റെപ്പും ഉണ്ട് എസ്കലേറ്ററും ഉണ്ട്. ഈ പിന്നെ മെട്രോൻ്റെ ശരാശരി വേഗത 35 കിലോമീറ്റർ അവറിലാണ് ഉള്ളത്. മെട്രോ കംപ്ലീറ്റ് ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് മുടഞ്ഞ കസേര എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഇതുകൊണ്ട് അങ്ങനത്തെ കസേരയാണ് ഇത്. ഇവിടുത്തെ ട്രാമാണിത്, മുനിക്കുള്ള. ഇത് ഇവിടുത്തെ വേറൊരു സ്ക്വയറാണ്. ഇവിടെ ഒരു മ്യൂസിയം കൊണ്ടൊരു തിരക്കാണ്. മ്യൂസിയങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് പൊതുവേ ഈ മ്യൂസിയത്തിനോട് വലിയ താല്പര്യമില്ലാത്തതാണ്. ഈ കുറേ പഴയ സാധനങ്ങൾ കാണുക എന്നുള്ളതിനെ പറ്റിയുള്ള ഈ ഒരു ഭാഗം ഇതേപോലെ. പിന്നെ ഇവിടെ അധികം റഷും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ചെറിയ പ്രതിമയും കാര്യങ്ങളുണ്ട്. ഒരു ട്രാം അങ്ങനെ പോകുന്നുണ്ട്. ഇവിടുത്തെ ട്രാം നീല കളറാണ് ഈ ട്രാം ഉള്ളത്. ബെൻസ് കാറിന്റെ ടാക്സി ഉണ്ട് നമുക്ക്. ഇതാ ഈ മ്യൂണിക്ക് സിറ്റിയിലാണ് ഇവർ ടാക്സി ഓടുന്നത്. ഇത് ടൊയോട്ടൻ്റെ. ഇത് മ്യൂണിക്കിലെ ടൗൺ ഹാളാണ്. ഇവിടേക്കാണ് പറയുക മറിയൻ പ്ലാസ് എന്നാണ് ഈ സ്ഥലത്തിന് പറയാം. അത് എല്ലാ സിറ്റികളിലും ഒരു ഒഴിഞ്ഞൊരു സ്ഥലം ഉണ്ടാവും, ഒരു സ്ക്വയർ. അപ്പോൾ ആ ഒരു ഭാഗമാണ് എല്ലാവരും വിദേശികളൊക്കെ വന്ന് നിൽക്കുന്ന, ടൂറിസ്റ്റേഴ്സൊക്കെ വന്ന് നിൽക്കുന്നത്. ഉണ്ടല്ലേ, ടൂറിസ്റ്റേഴ്സിനെ കാണാം. അതാ ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. തുലിപ്പ് ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. കാണുന്നതാണ് തുരുപ്പ്. No touch, no touch. Just only looking, please. From where it is coming? Peru. സ്ട്രോബെറി. Germany don't have. ഇത് മ്യൂണിക്കിലുള്ള ഒരു ഫ്രൂട്ട് സൈഡാണ്. ടൊമാറ്റോ. ടൊമാറ്റോ Please, not for me. Here is okay, but not for me. This is strawberry from here? This is from here, yes. റോട്ടിൽ മ്യൂസിക് ഷോ നടത്തുന്നത് ആ കടന്റെ മുന്നിൽ. After
All original flowers? Yes. Original? Original? Yes. ചെടിക്കച്ചവടമാണത്. മ്യൂണിക്കിലെ, ജർമ്മനിയിലെ. ഇത് ബെഞ്ചും ഡെസ്ക് ഇട്ട സ്കൂളല്ല കേട്ടോ, ഇതിവിടെ ബിയർ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലമാണ്. ആ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുള്ളതാണ് ബിയർ, ഈ ബെഞ്ചും ഡെസ്കും. ഒരാൾ ഇരുന്ന് അങ്ങനെ കുടിക്കുന്നുണ്ടല്ലേ. ബിയർ ഇവരുടെ ആഹാര പദാർത്ഥമാണ്. നമ്മുടെ നാട്ടിലാണ് പറ്റാത്തത്. ഈ ഇവിടെ ജർമ്മനിയിൽ അതൊരു ഇവരെ ആഹാരമായിട്ടാണ് കൂട്ടുന്നത് ബിയർ. അപ്പോൾ ഇവിടെ ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അന്നാണ് ഇവിടെ ബിയർ ഫെസ്റ്റാണ് ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ 1 വരെ ഉണ്ടാകും. എല്ലാ തരം ബിയറുകളും ഇവിടെ ഷോയും അതിൻ്റെ ടേസ്റ്റ് നോക്കലൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ആ ഒരു ഏരിയ ആണ്. ഒരു മാതാവ് കുട്ടീനെ കൊണ്ടുപോകണം. പുള്ളിക്കാരത്തിൻ്റെ ലഗേജ് കൊണ്ട് ഉന്തുവണ്ടിയിൽ അങ്ങനെ ഏറ്റി കൊണ്ടുപോവാണ്. ഇത് വേറൊരു സ്ഥലത്ത് ബെഞ്ചും ഡെസ്ക് ഇടുകയാണ്. നിങ്ങളായിരിക്കേണ്ടത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ ബിയറിൻ്റെ സംഭവമാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ബിയർ അടിക്കലാണ്. ഞാൻ ബിയർ കുടിക്കാത്ത ആളാണ്. കാരണം നമ്മളെ മതം അത് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ടൊന്നുമില്ല. പിന്നെ നോൺ ആൽക്കഹോളിക് ബിയർ ഈ ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടും. അത് പിന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ലാത്ത സാധനമാണ്. അത് വിത്തൗട്ട്, മറ്റേലൊക്കെ ആൽക്കഹോളിക്കുള്ള ബിയറാണ്. ഇപ്പം ഞങ്ങളങ്ങനെ തിരിച്ചങ്ങനെ ഒരു ഭാഗത്തൂടെ അങ്ങനെ പോവുകയാണ് അടുത്തൊരു ലൊക്കേഷനിലേക്ക്. ഇവിടെയൊക്കെ അധികം ജനങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പൊതുവേ ജനങ്ങൾ കുറവാണ്. ഈ മെയിൻ സിറ്റിയിൽ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ആ സ്ക്വയർ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ആ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർ കൂടുതലുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ പൊതുവേ ആളുകളൊക്കെ കുറവാണ്. പൊതുവേ പോപ്പുലേഷൻ കുറവാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഇത് വേറൊരു രക്ഷിതാവ് കുട്ടീനെ സൈക്കിൾ കൊണ്ടുപോകുന്നുണ്ടല്ലേ, ബാക്കിൽ വണ്ടിയിലൊക്കെ ആക്കിയിട്ട്. നല്ല സൂപ്പറാണ്, കുട്ടികൾക്ക് സുഖമാണത്. ഇത് സിറ്റി സൈറ്റ് സീയിങ്ങിനുള്ള വാഹനമാണ്. അത് എല്ലാ രാജ്യത്തും ഉണ്ടാവും. ആ രാജ്യത്തിൻ്റെ സിറ്റീൻ്റെ പേര് വെച്ചിട്ട് ഉണ്ടാവും. ഞാൻ മുമ്പ് അലക്സാൻഡ്രിയ ഈജിപ്തിലെ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ഇത് മ്യൂണിക്കിലടക്കമുള്ളത്. എനിക്കാണ് നായനെ ഭയങ്കര പേടിയാണ്. ഇത് കണ്ടില്ലേ, സ്ത്രീകളൊക്കെ സൈക്കിളിൽ വരുന്ന, ഇവിടും അത്യാവശ്യം പ്രായമുള്ളൊരു പെണ്ണുങ്ങളാണ്. പൊതുവേ ഈ യൂറോപ്പിൽ സൈക്കിള് ഭയങ്കര പ്രാബല്യത്തിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ യൂറോപ്പിൽ അവർ സൈക്കിൾ ഓട്ടുന്നതിനെ പറ്റിയിട്ട്. ഈ പൊല്യൂഷൻ പ്രശ്നമൊക്കെ കുറഞ്ഞു കിട്ടും. മ്യൂണിക്കിലെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അറിയാൻ കഴിയും. അപ്പോൾ ജർമ്മനിയുടെ ഈ ഒരു മ്യൂണിക് എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത രാജ്യത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, ബൈ.